പോരട്ടെ പോരട്ടെ കയറി പോരട്ടെ പോരട്ടെ. അയ്യോ അങ്ങനെ ഭയങ്കര ആഘോഷം തീർച്ചയായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഭയങ്കര പരിപാടിയാണ് കേട്ടോ. അരുപ്പാശിന്റെ ഉണ്ടായിരുന്നോ 800 വോട്ടില്? ഭയങ്കര ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ പല 708 അല്ല 800 കയറിയല്ലേ? ഭയങ്കര ട്വിസ്റ്റ് കേട്ടോ. ഞാൻ പല പരിപാടികളും കണ്ടിട്ടുണ്ട്. അപ്പൊ ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള എന്താണ് ലൈവ് ലൈവ് അപ്പൊ ശക്തമായിട്ടുള്ള എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷന്റെ? എങ്ങനെയുണ്ടായിരുന്നു? അടൂർപാശിന്റെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കേട്ടോ അടൂർപാശിന്റെ. എന്തായാലും ഇപ്രാവശ്യം കയറി എന്തായാലും ഇപ്രാവശ്യത്തെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചോടിഞ്ചോ മത്സരമല്ലായിരുന്നു, വമ്പം മത്സരം. അറ്റിങ്ങനായിരുന്നു കളി അല്ലേ? അല്ല 800 എങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു അവസാനം. 1700 പിന്നെ 800. ഭയങ്കര ഞാൻ ഇഞ്ചോടിഞ്ച് പോരാട്ടം അതെ ഭയങ്കരമായിട്ട്. മുന്നോട്ട് പോട്ടെ. എന്താ വെച്ചാൽ എല്ലാവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. നമ്മുടെ ചെറിയ ഗ്രാമമായ ചിറ്റാറിന്റെ മണ്ണിൽ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ നടക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഭയങ്കര വല്ലാത്ത ഇലക്ഷൻ ആയിരുന്നു ഈ പ്രാവശ്യത്തെ അല്ലേ? ഭയങ്കരമായിരുന്നു അല്ലേ? നമ്മുടെ അപ്പൊ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എൽ ഡി എഫിന് ഒരു സീറ്റ് ആലത്തൂര് LDF കൊണ്ടുപോയി. അതും ഒരു ചരിത്ര ഇതായിരുന്നു. എന്തായാലും നല്ല ശക്തമായിട്ടുള്ള മത്സരം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഹൈലൈറ്റ് ആയിട്ട് നിന്ന് മറ്റേ ആലത്തൂരിന്റെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ശക്തമായ പോരാട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാരും വന്നിരിപ്പുണ്ട്. ഭയങ്കരമായിരുന്നു അല്ലേ? വല്ലാത്തൊരു യോ ഒരു പോയിട്ട് കേട്ടല്ലേ? നമുക്കിവിടെ നിൽക്കാല്ലേ? എല്ലാവരും ചോദിക്കാം. വരണോ? ഓടുവാ. അപ്പൊ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞു റോജിക്ക് ഈ പ്രാവശ്യം ഇലക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞ ശക്തമായിട്ടുള്ള ഇതല്ലായിരുന്നോ? എന്നിട്ട് ഓടി പോന്നു. ഇപ്പൊ ആർക്കും വയ്യ. അയ്യോ നമ്മുടെ നാട്ടുകാരല്ലേ കാണുന്നുള്ളൂ. ഭയങ്കര പരിപാടി. ആലത്തൂരിന് ഭയങ്കരമായിരുന്നു അല്ലേ? ആലത്തൂര് ഇഞ്ചും മത്സരമായിരുന്നു ഭയങ്കര. ഞാനൊരു ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. കുറയുന്നു കൂടുന്നു ഭയങ്കര പരിപാടിയാണ്. അപ്പൊ എന്തായാലും ഈ ആലത്തൂരില്ല മറ്റേ ആലത്തൂർ പക്ഷെ അത് പുള്ളിക്കാരിയതെ ചൂടൊന്ന് ഉഷാറായിട്ട് മത്സരിച്ചാണ്. പക്ഷെ എന്നാലും പുള്ളിക്ക് നല്ല ഇതായി കിട്ടും. ആറ്റിങ്ങൽ അടൂർപാശ് തുല്യതുമില്ല. 1700 800 കടുത്ത മത്സരം, വെടിക്കെട്ട് മത്സരമായിരുന്നു. ഞാനവിടുന്ന് പോയെന്ന് പുള്ളി പോയെന്ന് അതെ. സുരേഷ് ഗോപിയും ഭയങ്കരമായിട്ട് പുള്ളി അത് കയറി വന്നാണോ? അതുപോലെ സുരേഷ് ഗോപിയുടെ ചെയ്യാൻ ഭയങ്കര ചരിത്രമായി കേട്ടോ. സ്വപ്നത്തിൽ വിചാരിച്ചല്ല. 4,75,000 74,000 അങ്ങനെ സംതിങ് ആയി.
അപ്പൊ എന്താ ഷാഫിയുടെയോ 1 ലക്ഷം? ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിക്കാ 90 അല്ലേ? അതിന്റെ ഏകദേശം രാഹുൽ ഗാന്ധിക്ക് 3 ലക്ഷം. ആലത്തൂര് രമ്യക്ക് കിട്ടുമെന്ന് വിചാരിച്ചതാ ആലത്തൂര്. പക്ഷെ ആലത്തൂര് അത് പുള്ളിക്ക് അനുകൂലമായിട്ട് വന്നു കേട്ടോ. അത് ഇറങ്ങി എല്ലാവരുടെ സഹകരണത്തിന്റെ പുറത്താണെല്ലാം കൂടുതലും. ഈ പാർട്ടിക്ക് പകരം അതിക്കും മേലായിട്ട് സഹകരണം, ആൾക്കാരുമായിട്ടുള്ള സഹകരണമാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ എന്തായാലും ഇലക്ഷന്റെ കൊട്ടി പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ചിറ്റാറിന്റെ ടൗണിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കഥ പറയാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോരോ കഥകൾ പറയുകയാണ് അല്ലേ? ഇവിടെ എന്തൊക്കെയായിരുന്നു. എന്തായാലും ലാസ്റ്റ് മൊമെന്റ് നമ്മുടെ അനിൽ ആന്റണി വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തോമസ് ഐസക് വരുമെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര ചർച്ചയിലായിരുന്നു. എന്തായാലും അയ്യോ അതൊരു പോയില്ല. അല്ല, അവരാഗ്രഹിച്ച പോലെ ഒരു സീറ്റ് കൊണ്ടുപോയി. സുരേഷ് ഗോപിയുടെ ഒരു സീറ്റ്, ഒറ്റ സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് കിട്ടി. അപ്പൊ എന്തായാലും ഇലക്ഷന്റെ ചുവടുകളും ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് ടു ലൈഫിലേക്ക് തന്നെ വരിക. അതാണ് നമ്മുടെ. അവരാ വഴിയൊക്കെ പോയോ അതില്? അല്ല, ആ വഴിയൊക്കെ പോയോ എന്നൊക്കെ സന്തോഷം കൊണ്ട്. മേളിലോ അല്ലേ? അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്തോഷം. ഞാൻ കുറച്ച് ആൾക്കാർക്ക് സങ്കടവും. രമ്യ ഹരിദാസിന് ഭയങ്കരമായി പോട്ടോ. അത് പുള്ളിക്കാരി ജയിക്കുമെന്നൊക്കെ വിചാരിച്ച സ്വപ്നത്തെ വിചാരിക്കുക. എല്ലാം തകിടം പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ എന്തായാലും എല്ലാം തിരിഞ്ഞു പറഞ്ഞു പോയി. അപ്പോൾ ഇലക്ഷൻ വരും, ഇലക്ഷൻ പോവും. നേരെ പിന്നെ നമ്മളെല്ലാം നമ്മളെ പഴയ ലൈഫിലോട്ട് തന്നെ പോവാണ്. അപ്പൊ അതൊക്കെ ഓർക്കുക, സന്തോഷങ്ങളാകാം. എന്നാ ഉണ്ട് വല്ലതും പറയാനുണ്ടോ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ? ഈ പ്രാവശ്യം ഇലക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് പറ. ഇലക്ഷൻ ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ലായിരുന്നോ? അത് തന്നെ. എന്തായാലും സുരേഷ് ഗോപി ഒരു സീറ്റ് കൊണ്ടുവന്നു, LDF ഒരു സീറ്റ് എടുത്തു. ഞങ്ങൾ പറഞ്ഞു അഭിപ്രായമൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർന്നു. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എങ്ങനെയാണ്? നിങ്ങളോട് തന്നെ ചോദിക്കാനുള്ളത്. ഈ ഓടുന്നു എല്ലാം ലൈവാ. അല്ല, നമ്മൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ലേ നടന്നത്? മറ്റേ ആറ്റിങ്ങലിന്റെ ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു. ഞാനോടത്ത് പോയത് ആറ്റിങ്ങല്. അറിയിക്കുന്നല്ലേ? ആലത്തൂർ ഭയങ്കര പുള്ളിക്കാരി കേട്ടോ. മറ്റേ നമ്മുടെ ആലത്തൂര് രമ്യ ഹരിദാസിന് അല്ല, ഭയങ്കര കമ്പനിയായിരുന്നു എല്ലാവരും. പക്ഷെ അല്ല, ഓരോ ഇലക്ഷനും ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള അവനെപ്പോഴും എല്ലാത്തിനും മുന്നിൽ നിൽക്കും. അപ്പൊ എല്ലാരും അതുപോലെ തിരുവനന്തപുരത്തെ കണ്ടായിരുന്നു ആദ്യം. തിരുവനന്തപുരം തുടക്കം നല്ലപോലെ കയറി വന്ന എന്നാലും ശക്തമായിട്ടുള്ള മത്സരമായിരുന്നു. ചന്ദ്രശേഖരം ഏഷ്യാനെറ്റ്. അല്ല, പൊതുവെ സീറ്റിന് ഒരുപാട് മാറ്റം വന്നില്ലേ കേന്ദ്രത്തിലായിരുന്നേ? ഒരു വിചാരിച്ച് എക്സ്പെക്ട് 300 കടന്നില്ലല്ലോ. ശക്തമായ പോരാട്ടമൊക്കെ നടന്നു. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഉഷാറില്ല. അതിന് ഞാൻ സമ്മതിക്കും. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കേട്ടോ, എന്തോ ബഹളോ കറക്റ്റ് കാര്യം. അന്ന് പരിപാടി അവസാനം കണ്ടില്ലേ? എന്ത് വേറെ അതിലൊക്കെ പിള്ളേർ സെറ്റ് ഉഷാറായിട്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. കോൺഗ്രസ്സുകാർക്ക് ഉഷാറില്ല. അയ്യോ. അപ്പൊ എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ശേഷം സന്തോഷത്തിന്റെ ആഹ്ലാദ പ്രകടനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ കണ്ടില്ലേ? കയറി കേട്ടെന്നേ കയറുവാണേ.
ആഹാ. ഇന്ത്യയിൽ കാവിക്കടൽ ഭംഗി തുടങ്ങി ഏറ്റവും വലിയ കര. അത് ജനങ്ങളല്ലേ തീരുമാനിക്കും അല്ലേ? ജനം തീരുമാനിക്കാതെ. സലാം ട്രേഡ്സ് കോട്ടവള വിളയിൽ. അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും ബാക്ക് ടു ലൈഫ് അല്ലേ? അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഭയങ്കര അപ്പോൾ അവരാഘോഷിച്ച് വരട്ടെ അല്ലേ? എന്നാ പറയാനാ, ഇങ്ങനെ ഇലക്ഷന്റെ ആരെ ഓരോരുത്തർ ഓരോ രീതി സംസാരിക്കുന്നു, എടുക്കുന്നു, പോകുന്നു. അപ്പൊ ശക്തമായിട്ടുള്ള ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ വാല്യുബിളായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വരട്ടെ. ടട ഞങ്ങളുടെ ചിറ്റാറിന്റെ മണ്ണിലാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു ആഘോഷം. ചാർലി ചായോ എന്നോട് വിശേഷം? ജോബി സാറേ, ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ അടിപൊളിയായിരുന്നു അല്ലേ? ഇവര് കാരണമുണ്ടല്ലേ? ജോബി ഒറ്റ വരുത്തലോ? സാറേ ഗവി വേണ്ടി. ആദ്യമല്ലേ എടുത്ത് അവര് അതെല്ലാരും ഇലക്ഷൻ വരും, ഇലക്ഷൻ പോകും. അല്ലേ? ജയിക്കേണ്ടവര് ജയിക്കും, നല്ല ആൾക്കാർ ജയിക്കും അല്ലേ? ഞാൻ അറിയാം. അപ്പൊ ലേറ്റ് ആയി ഒന്ന് പിടിച്ചേക്കണം. ഇത് പിടിച്ച് എന്നെ പിടിക്കണം. വണ്ടിക്കാരെ ഓടിച്ചു വിടാന്നോ? അടിപൊളി മത്സരമല്ലായിരുന്നു അല്ലേ? ഈ ആറ്റിങ്ങലെ മത്സരമായിരിക്കും ചിരി വന്നത്. ആറ്റിങ്ങലെ അടൂർ പാശിന്റെ അത് ഭയങ്കരമായിരുന്നു കേട്ടോ. പോവും കണ്ടു ഏതെ
അരിപ്പൊടി വെച്ചല്ലേ ആന്റണി ചേച്ചി എന്താ ആ മോനുണ്ട് ആരാടാ ഇവിടെ മാർജിൻ സുരേഷ് ഗോപി പോയി സുരേഷ് ഗോപി ചേച്ചിയുണ്ടോ അപ്പൊ കൊടുക്കാൻ കൊച്ചൊരു പൈസ എത്ര 5000 പറഞ്ഞേക്കുന്നത് 5000 രൂപ പറഞ്ഞേക്കുന്നത് പ്ലസിക്ക് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി നല്ല സഹായം ഗ്രേസ് ബ്ലസ്സി പറഞ്ഞ സുരേഷ് ഗോപി ജയിക്കുന്നു ഇവൻ പറഞ്ഞിരിക്കുന്നില്ല വണ്ടി വിട പോലീസായിട്ട് അതുപോലെ തന്നെ ഇപ്പൊ ഒന്നും ചെയ്യാനൊക്കത്തില്ല നമ്മളെ ഹലോ ഇന്നത്തെ ദിവസം നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലോ വണ്ടി വണ്ടി അവിടെ നിർത്തിട്ട് അവിടെ നിർത്തിയില്ലല്ലോ
അങ്ങനെ കോൺഗ്രസിന്റെ ആഘോഷങ്ങളൊക്കെ ഇവിടെ പരിതപിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഇലക്ഷനെ പറ്റി എന്താണ് ചിറ്റാറിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ചിറ്റാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും പങ്കുചേർന്നു. അത് ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഒരു വിജയം ഇവിടെ കൈവരിക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ആന്റോ ആന്റണിയുടെ 4ാമത് പ്രാവശ്യമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. പലരും അതിനെ സംശയത്തോടെ വീക്ഷിച്ചുവെങ്കിലും സ്ഥാനാർത്ഥിയുടെ ക്ലാരിറ്റിയും വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും ഒക്കെ അദ്ദേഹത്തിന്റെ വിജയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ചിറ്റാറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ആവത് ശ്രമിക്കും. കേരളത്തിലെ 20 നിയോജക പാർലമെന്റ് സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 18 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അത് കേരളത്തിലെ ഭരണവിരുദ്ധതയുടെ അതിനേക്കാളുപരി ഉത്തരവാദിത്വമില്ലാത്ത കേരള ജനതയുടെ മനസ്സിനെ തിരിച്ചറിയുവാൻ കഴിയാതെ സ്വന്തം പാർട്ടിയുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി പിണറായിയും ആ കള്ളക്കൂട്ടവും നടത്തിയ ഈ ഭരണത്തെ മുഴുവൻ ആൾക്കാരും, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിനെ എതിർത്തിരിക്കുന്നു. അത് അവർക്ക് ഉള്ള ഭരണവിരുദ്ധതയുടെ ഒരു ഭാഗമാണിത് ഈ തെരഞ്ഞെടുപ്പ്. അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും കോൺഗ്രസിന്റെ നല്ല ആഘോഷങ്ങളൊക്കെ നല്ല ശക്തമായിട്ട് നടക്കുന്നു. കേരളം മൊത്തം കോൺഗ്രസ്, അതായത് ഒരു സീറ്റ് LDF-നെ, ബാക്കി ഒരു സീറ്റ് NDA, ബാക്കി മൊത്തം സീറ്റും കോൺഗ്രസ് നേടിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ എന്തായാലും അവരുടെ എല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള സന്തോഷത്തിന്റെ കൊട്ടിഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇലക്ഷൻ വരും, ഇലക്ഷൻ പോവും. ആരെന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അത് ഓർക്കുക. UDF-ന്റെ അങ്ങനെ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇലക്ഷൻ വരും, ഇലക്ഷൻ പോകും. അണ്ണാ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഇലക്ഷന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ വേണ്ട എന്നാ പരിപാടി? അവിടെ എന്തോ അയ്യോ, അവിടെ എന്തോ അവര് കഴിഞ്ഞില്ലേ പരിപാടി? കഴിഞ്ഞില്ലേ ഇവരുടെ പരിപാടി? ഇനി എന്തുവാ അടുത്ത്? 18 സീറ്റ്, 18 ഒന്ന് LDF കൊണ്ടുപോയി. ശക്തമായിട്ടുള്ളൊരു ഇതില്ലല്ലോ. ആറ്റിയല്ല, ആലത്തൂർ. ഭയങ്കര പുള്ളിക്കാരി നല്ലപോലെ LDF അത് നല്ല രീതിയിൽ പുള്ളി അവിടെ വർക്ക് ചെയ്തു. നന്നായിട്ട് വർക്ക് ചെയ്തു. പഠിക്കുകയായിരുന്നു. ശരി, അതിനും രസം സുരേഷ് ഗോപിയുടെ ചെയ്യുക. ഭയങ്കര എന്നെ ഇടിക്കും. അതെ പയറ്റു പോരാ. എന്തായാലും പുള്ളി ആഗ്രഹിച്ച പോലെ തന്നെ പുള്ളി നേടിയെടുത്തു. അതെ, എന്തായാലും കേരളത്തിൽ അതെ അല്ല തരും. അയ്യോ, അത് ഭയങ്കര തുറക്കം മൊത്തം നല്ലൊരു തുറക്കമൊക്കെ നല്ല രീതിയിൽ. 23,000 ഭൂരിപക്ഷം വന്നവിടെ. അത് കഴിഞ്ഞ് കുറച്ച് കൊണ്ടുവന്നില്ല. ഈ വള്ളക്കടവും പിന്നെ മറ്റു സ്ഥലങ്ങളെല്ലാം എണ്ണപ്പോ എല്ലാവരും പറഞ്ഞില്ല പോകുന്നുള്ളൂ. അതുപോലെ അവിടെ അങ്ങനെ പറ്റിയ. പക്ഷെ അവിടുത്തെ വോട്ട് വർധന ഭയങ്കരമാണ്. ഭയങ്കര വോട്ടാണ് എല്ലാ സ്ഥലത്തും. ഇവര്
ലെഡി കുറഞ്ഞു. ആണാണ്. എന്നാലും അവര് പേടിച്ചു, ഒരു സീറ്റ് ഇത് വരണം. അപ്പൊ എന്തായാലും വോട്ട് കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏറെ 232 ഇന്ത്യ സഖ്യത്തിന് 294 കണ്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ, അവരുടെ അവിടെ ശക്തമായിട്ട് ഉള്ള ഒരു ശക്തമായിട്ടുള്ള മത്സരമായിരുന്നു. എന്തായാലും കൊള്ളാം. അല്ല കേരളത്തിൽ അതല്ല BJPയുടെ പേരെന്നല്ല, BJP കേരളത്തിലൊരു സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. ഇപ്പോ സുരേഷ് ഗോപിയുടെ ആണാണ് 3 സീറ്റ് കിട്ടുമെന്നാ വിചാരിച്ചത്. പിണറായി ഇട്ട് കൊടുത്തൊരു ഒരിതുണ്ടെന്ന്. പിണറായി തന്നെ മനഃപൂർവ്വം അവിടെ കളി കളിച്ചു. ഈ ഗുരുവായൂരിലെ പ്രശ്നം അയാൾ മനഃപൂർവ്വം ഉണ്ടാക്കിയായിരുന്നു അവിടെ. അതറിയത്തില്ലേ, ഗുരുവായൂർ പ്രശ്നം അല്ലാതെ ചോദിച്ചാൽ ഇപ്പൊ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഒരു പ്രശ്നം ഇല്ലാതെ ഇതിനകത്ത് ഗുരുവായൂരിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി. അവരുടെ വികാരം ഒന്നിച്ചാക്കി. NDAക്ക് 289, ഇന്ത്യ സഖ്യത്തിന് 236, 17. UDF കേരളത്തിൽ 18, LDF 1, NDA 1. വൻ മുന്നേറ്റ പ്രദേശ സംസ്ഥാനങ്ങൾ. എന്തായാലും ഭയങ്കര. ലോട്ടറിക്ക് എങ്ങനെ ഉണ്ട്? ലോട്ടറി കച്ചവടം 1 കോടി അടിക്കൂ? എന്തായാലും നിങ്ങൾ സീറ്റ് ഒരെണ്ണം പിടിച്ചാൽ അത് ഭയങ്കര സുരേഷ് ഗോപിയുടെ. എന്താണ് അതിനിപ്പോ ഈ പ്രാവശ്യത്തെ കേരളത്തിൽ കറക്റ്റാ. അതെ 5 MLA. എന്നാൽ ഈ ഒരു ഇലക്ഷനെ പറ്റി എന്താ ഉണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം? ചിറ്റാർ പഞ്ചായത്തിന്റെ BJPയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ്? ലൈവാ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതെന്താണ്? അല്ല വഴിയല്ല, അത് എന്താണ് ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്കൊരു വർക്ക് ചെയ്തിട്ടാ? ലൈവ് ആയിട്ടോണ്ടിരിക്കല്ലേ? കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ടതില്ല ഏറ്റവും നല്ല വർക്കല്ലേ അവിടെ BJP പ്രാവശ്യം കാഴ്ചവെച്ച താങ്കളെ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ കഴിവുകൊണ്ടൊന്നും ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. തീർത്ത് അത് കറക്റ്റ്. പക്ഷെ എന്തായാലും നല്ല അയ്യോ എന്തായാലും അതിന് ആഘോഷങ്ങളായിക്കോട്ടെ, കുഴപ്പമില്ല. എല്ലാവരും ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷമല്ലേ. അല്ല എല്ലാവരും അങ്ങനല്ല, എല്ലാവർക്കും സന്തോഷങ്ങളുണ്ട്. അതെ, എല്ലാവരും ഓരോരുത്തരും ഓരോ രീതി വർക്ക് ചെയ്തല്ലേ. കമ്മ്യൂണിസ്റ്റുകാർ അവർ വർക്ക് ചെയ്തു, കോൺഗ്രസ്സുകാർ അവർ വർക്ക് ചെയ്തു, BJPക്കാർ വർക്ക് ചെയ്തു. പലരും പല രീതിയിൽ അവരുടെ ആഘോഷങ്ങൾ ആഘോഷിക്കട്ടെ. നമ്മളതിനകത്തല്ലേ. അല്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചരിത്രം ഒരു ഇതാ പുള്ളിയുടെ കേട്ടോ. അത് 75,000 വോട്ട് എന്നൊക്കെ എന്തോ ഭൂരിപക്ഷോ അല്ലേ. പിന്നെ വേറെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ആലത്തൂരെ ഒന്ന് ആലോചിച്ച് പോയി, എങ്ങനെ നടന്ന സ്ഥലമാണ്? ഒറ്റയടിക്കല്ലേ പിടിച്ചെടുത്തത്. മാറ്റം നല്ലപോലെ പറിക്കുക. ഓണോ ലൈവാ. ഉയ്യോ എനിക്കറിയാം, അത് കറക്റ്റാണ്. ഞാൻ സത്യം പറഞ്ഞ രാവിലെ തൊട്ടേ അങ്ങ് ടെൻഷൻ അടിച്ചത്. തിരുവനന്തപുരം രാവിലെ നല്ല ഇതായിരുന്നു.
2 പോയിന്റിന് മുമ്പ് വരെ 26,000 വോട്ട് വരെ മുന്നിൽ നിന്ന. അപ്പൊ അത് പിന്നെ ചില മേഖല ഇതായി പോയത്. എന്നാലും അധികം ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ലല്ലോ. 15,000 വോട്ട്. 15,000 വോട്ട്. അത്രയും ഒരു ഏരിയ മാത്രമേ ഉള്ളൂ പോയിട്ടുള്ളൂ. അത്രയും പിടിച്ചല്ലോ വോട്ട്. ആ ശക്തമായിട്ടാ. അപ്പൊ എന്തായാലും വോട്ട് എല്ലായിടത്തും വോട്ട് കിട്ടും. പിന്നെ ഒരു MP എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്ര MLA കൂടുന്നതാണ്. പുള്ളി ഭയങ്കര ചരിത്രമായിട്ടായി. ചരിത്രമല്ല, വളരെ സന്തോഷമാണ്. പിന്നെ 3 പേരും കൂടി ജയിക്കാൻ പറ്റും, ഒരാളെ ജയിക്കാൻ പറ്റും. അത് ശരിയാ. അതെ അത് സമ്മതിക്കും. വരും. അയ്യോ ഏതായാലും ഒരെണ്ണോട്ട് ഒന്നെടുത്തു. ഞങ്ങൾക്ക് എടുക്കുകയല്ലേ. അയ്യോ ഏതായാലും അല്ല, ഈ ഒരു ഇലക്ഷനോട് ഒരു കാര്യം മനസ്സിലായി, ചരിത്രങ്ങൾ മാറ്റി എഴുതപ്പെടാം അല്ലേ. അപ്പൊ എന്തായാലും ചരിത്രം ഓപ്പ് ചെയ്യുന്നില്ല, മറന്നോ? എല്ലാരും കേക്കട്ടെ. നിങ്ങളിങ്ങനെ ഇപ്പൊ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തോ ചെയ്യുന്ന ആൾക്കാർ നോക്കുമല്ലോ. ഇനിയും നോക്കാം. വേറെ കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ഒരു സീറ്റെങ്കിലും തന്നു. ഒരു സീറ്റ് കിട്ടി. ഇനി ഞങ്ങൾ നോക്കും. ഞങ്ങൾ ഇത്ര പറഞ്ഞു 15 വർഷത്തെ പ്രയത്നം. ഒരു മണ്ഡലമെങ്കിലും ഞങ്ങൾ അവിടെ വർക്ക് ചെയ്ത് കാണിക്കുക. ആ വർക്കിന്റെ അടുത്ത മണ്ഡലം വന്നാൽ മതി. ലൈവ് അല്ലല്ല അച്ഛാ, അതല്ലേ പറഞ്ഞേ, ഒരു സീറ്റെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാതെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒരു സീറ്റ് കൊടുത്തല്ലോ. ഇനി അത് കാണണം. അതെ ജനകീയനാണ്. അതെ പോകട്ടെ. ഹാപ്പി അല്ലേ? അപ്പോ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളും ചെറിയ വീട്ടിലോട്ട് പോവാ. അതാ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പരിപാടികൾ. വലിയ ആശാലേ അശോണ്ണ വാ, അത് കറയൊക്കെ പറഞ്ഞു പോവാ. എന്നാ പരിപാടി? സൈമൻസിലോ ഇലക്ഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? പറവാ അതാ എന്താ പറയുക, നിങ്ങളുടെ എന്താ ഒരു വിലയിരുത്തൽ ഈ ഇലക്ഷനെ? ചരിത്രങ്ങൾ മാറ്റി തിരുത്താല്ലേ ഈ പ്രാവശ്യത്തെ അല്ലേ? ഇച്ചിരി ഉച്ചത്തിൽ പറ. അവരെ അടക്കി ഭരിക്കാമെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർക്കും പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ അല്ല അത് ഇതുവരെ അധികാരത്തിലിരുന്ന BJP വീണ്ടും അവരുടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പോലും അവർക്ക് ഈ നേരത്തെ തുടർന്ന് വന്ന അതേ ഒരു വികാര മനോഭാവത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വരും. കുറച്ചും കൂടെ ജനാധിപത്യപരമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ട്. പിന്നെ കേരളത്തിൽ അതിനനുഗുണമായ ഒരു ജനവിധിയാണ് ഇപ്പം വന്നിട്ടുള്ളത്. ആലത്തൂര് വന്നു, അതുപോലെ കേരളത്തിൽ BJP ഒരു സീറ്റ് പിടിച്ചു. ആലത്തൂര് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു കോട്ടയായി മാറി. എന്തായാലും കേരളത്തിലെ ദേശീയ തലത്തിലുള്ള ചിന്താഗതിക്ക് അനുഗുണമായ തലത്തിലാണ് രീതിയിലാണ് കേരളത്തിന്റെ നിലവിൽ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണല്ലേ. അപ്പൊ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമ്മൾ ചെറിയ വണ്ടി വിടുകയാണ്. എല്ലായിടത്തും ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ ബാക്ക് ടു ലൈഫ്, നോർമൽ ലൈഫിലേക്ക് എല്ലാവരും പോവാ. അപ്പൊ തീരുമാനമായി ഇനി അടുത്ത 5 വർഷം ഇനിയും ആര് ഭരിക്കും, ആരാണ് വരുന്നത് ഇപ്പോൾ എല്ലാവരും ജയിച്ചിട്ടുണ്ട്. ഇനിയുള്ള തീരുമാനങ്ങളൊക്കെ വരും ന്യൂസുകളൊക്കെ കാണാം എല്ലാവർക്കും. അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ? എന്താ പറയാ, ഇലക്ഷന്റെ കാര്യം, ഇലക്ഷൻ ലൈവ് ആയിരുന്നു, ഇലക്ഷൻ ലൈവ്. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ ലൈവ്. അപ്പൊ കാണാം. അപ്പൊ ഇനിയും എല്ലാവരും മറന്ന് ഇലക്ഷന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, എല്ലാവരും മറന്ന് ഇനിയും ബാക്കി ലൈഫിലേക്ക് പോവാ. കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ വലിയ ചാനലിൽ കയറി നോക്ക്. ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റൂ, അല്ലേ അളിയാ? സ്വന്തം നാട്ടിലെ കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, ഗുഡ് ബൈ.